ഇന്ന് രാവിലെ ക്യാബിനറ്റ് യോഗം വയനാടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയാം. വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ലേക്ക് മാറുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസ തുക അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കുടുംബം പ്രതിമാസം 6000 രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക. ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും. ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം 6000 രൂപ ലഭിക്കും. സൗജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യം. അതിൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ചില സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകളിലോ മാറുന്ന കുടുംബങ്ങൾക്ക് ഈ പറയുന്ന പ്രതിമാസ വാടക ലഭിക്കില്ല. കാരണം അതിന് വാടക നൽകേണ്ടി വരില്ല എന്നർത്ഥം. മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന ചില കെട്ടിടങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രതിമാസ വാടക നൽകേണ്ടി വരില്ല. അപ്പോൾ അവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല. ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ അതിൻ്റെ ശേഷിക്കുന്ന തുക പരമാവധി 6000 രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കുകയാണ് ചെയ്യുക. അതാണ് ഈ വാടക ബന്ധപ്പെട്ട് വ്യക്തത വരുത്താനുള്ളത്. സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയവരാണല്ലോ അവിടെ ധാരാളമുള്ളത്. അത് വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് 2018 നമ്മൾ ചെയ്തതാണത്. അതിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ, ഡയറക്ടറേറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റോ പുതുക്കിയ രേഖകളോ നൽകുമ്പോൾ യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. അപ്പോൾ ഇതിൽ SDRFിൽ നിന്നാണ് 4 ലക്ഷം രൂപ നൽകുന്നത്. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 4 + 2 അപ്പോൾ 6 ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകാൻ കഴിയും. ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട്. കണ്ണുകൾ, കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് 60% വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ. 75,000 രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട്. അതിന് പുറമേയുള്ളതാണ് 75,000 രൂപ. ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ്. അതോടൊപ്പം 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ. അതും CMDRFിൽ നിന്ന് അനുവദിക്കുന്നതാണ്. പിന്നെ സാധാരണഗതിയിൽ ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക്, ഇത് അംഗവൈകല്യം വന്നവരാണ്, ഗുരുതരമായി പരിക്ക് പറ്റിയവർക്കും 50,000 രൂപ ഇതിന് പുറമേ അനുവദിക്കുന്ന നിലയുണ്ടാവും. മറ്റൊരു പ്രശ്നം വരുന്നത് ഈ മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ ധനസഹായം അനുവദിക്കുന്ന ഘട്ടത്തിൽ, കുടുംബത്തിന് ധനസഹായം അനുവദിക്കുമ്പോൾ അതിനായി അടുത്ത ബന്ധുക്കൾ, നെക്സ്റ്റ് ഓഫ് കിൻ സാക്ഷ്യപത്രം അടിസ്ഥാനമാക്കി ഇവിടെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ അവകാശികൾക്ക്
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരത്തിന് വിധേയമായി നഷ്ടപരിഹാരം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോവിഡ്-19 സമയത്ത് ഇതേ രീതി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേ രീതി ഇതിലും തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ ഇവർക്കെല്ലാം നഷ്ടപരിഹാരം ലഭിക്കും. സഹോദരൻ, സഹോദരി എന്നിവർക്ക് അവരാശ്രിതരാണെങ്കിൽ ധനസഹായം ലഭിക്കും. പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണ്ണമായും ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാനാകും. പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് മുൻപ് ആക്ഷേപം ഉന്നയിക്കുന്നതിനുള്ള നോട്ടീസ് സമയപരിധിയായ 30 ദിവസം ഇത് പൂർണ്ണമായും ഒഴിവാക്കും. ദുരന്തത്തിൽപ്പെട്ട കാണാതായ വ്യക്തികളുണ്ട്. അവരുടെ ആശ്രിതർക്കും സഹായം നൽകേണ്ടതായിട്ട് വരും. ഇതിൽ നേരത്തെ പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ പുറപ്പെടുവിച്ചതുപോലെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. അതടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 231 മൃതദേഹങ്ങളും 206 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. മേപ്പാടിയിൽ നിന്ന് 151 മൃതദേഹങ്ങൾ, നിലമ്പൂരിൽ നിന്ന് 80 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 39 ശരീരഭാഗങ്ങളാണ് മേപ്പാടിയിൽ നിന്ന്. നിലമ്പൂരിൽ നിന്ന് 172 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഇതേവരെ ലഭിച്ച എല്ലാ ശരീരഭാഗങ്ങളുടെയും മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ 178 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട്. തിരിച്ചറിയാത്ത 52 മൃതദേഹങ്ങളും 194 ശരീരഭാഗങ്ങളും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുറത്തിറക്കിയ പ്രത്യേക മാർഗനിർദ്ദേശപ്രകാരം വിവിധ മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനയോടെ സംസ്കരിച്ചു. നിലമ്പൂർ കുമ്പളപ്പാറ ഭാഗത്തു നിന്നും ഇന്നലെ 5 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്താനായി. അത് പൂർണ്ണമായും മനുഷ്യരുടേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ആ തരത്തിലുള്ള ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 415 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 401ൻ്റെ DNA പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ 349 ശരീരഭാഗങ്ങൾ 248 ആളുകളുടേതാണ്. ശരീരഭാഗങ്ങൾ 349 ഉണ്ടെങ്കിലും അത് അവരുടെ പരിശോധനയിൽ അവസാനം കണ്ടെത്തിയിട്ടുള്ളത് 248 ആളുകളുടേതാണ് ആ ശരീരഭാഗങ്ങളെന്നാണ്. 121 പുരുഷന്മാരാണ്, 127 സ്ത്രീകളാണ്. ഇത്രയെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 52 ശരീരഭാഗങ്ങൾ പൂർണ്ണമായും അഴുകിയ നിലയിലായിപ്പോയിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് 115 പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ബീഹാർ സ്വദേശികളായ 3 പേരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ഇനി ലഭിക്കാനുണ്ട്. DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 118 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളവരുടെ അതിൽ 118 പേരായി മാറിയിട്ടുണ്ട്. ചൂരൽമല പാലത്തിന് താഴ്ഭാഗത്തായി വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ, വയനാട് മേഖലകളിലും തെരച്ചിൽ ഊർജിതമാണ്. 7 മേഖലകളിലായി തിരിച്ച് NDRF, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്,
പോലീസ്, വനം വകുപ്പ്, സേനാ വിഭാഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എല്ലാം തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ജനകീയ തെരച്ചിലിൽ ഒറ്റ ദിവസം തന്നെ 2000-ഓളം പേർ പങ്കെടുത്തിരുന്നു. പരിശോധന ഇന്നും തുടരുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ ചാലിയാറിൽ തെരച്ചിൽ നടത്തും. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകി താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സർക്കാർ തലത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ വകുപ്പുകൾക്ക് കീഴിലുള്ള ക്വാർട്ടേഴ്സുകൾ, സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള വാടക വീടുകൾ ഇവയെല്ലാം പുനരധിവാസത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥയിലുള്ള 100ഓളം കെട്ടിടങ്ങളാണ് ഇതുവരെ ലഭ്യമായത്. വിവിധ തദ്ദേശഭരണ സ്ഥാപന പരിധികളിലെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള 253 കെട്ടിടങ്ങൾ വാടക നൽകി ഉപയോഗിക്കാനായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 100ഓളം വീട്ടുടമസ്ഥർ വീടുകൾ വാടകയ്ക്ക് നൽകാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. താൽക്കാലിക പുനരധിവാസത്തിനായി ഹാരിസൺ മലയാളത്തിലെ തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ നൽകാൻ തയ്യാറായിട്ടുള്ള 53 വീടുകളും നൽകാമെന്നേറ്റ ബാക്കി വീടുകളുടെയും ഭദ്രതയും നടത്തിപ്പും സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഇവരെല്ലാം പരിശോധന നടത്തി ഏതൊക്കെ തൊഴിലാളികളെ പരിഗണിക്കുമെന്നുൾപ്പെടെയുള്ള കണക്ക് ലഭ്യമാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമ്പോൾ മേപ്പാടി, മുപ്പൈനാട്, വൈത്തിരി, കൽപ്പറ്റ, മുട്ടിൽ, അമ്പലവയൽ ഇത്രയും തദ്ദേശഭരണ പരിധിയിലുള്ള പൂർണ്ണ സജ്ജമായ വാസസ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി സർവകക്ഷികളുടെയും നേതൃത്വത്തിൽ വാടക വീടുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, സോഷ്യൽ വർക്കർ ഉൾപ്പെടുന്ന 5-അംഗ സമിതി തദ്ദേശഭരണ പരിധിയിൽ ലഭ്യമാക്കാവുന്ന വീടുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യും. അതിവേഗം രേഖകൾ നൽകാൻ ദുരന്തബാധിതർക്ക് ക്യാമ്പുകളിൽ സജ്ജമാക്കിയ പ്രത്യേക ക്യാമ്പയിനിലൂടെ ഇതുവരെ 1368 സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും. ക്യാമ്പുകളിലും കുടുംബ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവർ ഉൾപ്പെടെ അർഹരായ മുഴുവൻ പേർക്കും സഹായം ലഭ്യമാകും. പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന രീതിയിൽ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. അത് ഈ അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്താൻ ചില വിദ്വാന്മാർക്ക് വലിയ താല്പര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ക്യാമ്പുകളിൽ ആരൊക്കെ കഴിയുന്നുവെന്ന് നോക്കിയല്ല, ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച പ്രദേശങ്ങളിൽ നിന്നുള്ള കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പാക്കേജ് തയ്യാറാക്കുന്നത്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ദുരന്ത മേഖലകളിൽ പരിശോധന നടത്തി വരികയാണ്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് ദുരന്തബാധിത പ്രദേശങ്ങളും അനുബന്ധ മേഖലകളും പരിശോധിക്കുന്നത്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളായ പുഞ്ചിരിമട്ടവും അനുബന്ധ പ്രദേശവും ഇന്നലെ സംഘം പരിശോധിച്ചു. പ്രദേശത്തെ മണ്ണിൻ്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവ വിശദമായ പരിശോധനയ്ക്ക് ദുരന്തം സംഭവിച്ചത് എങ്ങനെയെന്നും ഉരുൾപൊട്ടലിൽ സംഭവിച്ച പ്രതിഭാസങ്ങളും സംഘം വിലയിരുത്തും. ദുരന്തസ്ഥലത്തെ ഭൂവിനിയോഗത്തെക്കുറിച്ചും സംഘം റിപ്പോർട്ട് നൽകും. ദുരന്തപ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും
അപകട സാധ്യതകൾ വിലയിരുത്തും. NIT സൂറത്കലുമായി ചേർന്ന് ദുരന്തബാധിത മേഖലയുടെ അതിസൂക്ഷ്മമായ ലിഡാർ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സർവേയിലൂടെ ഭൂമിയുടെ ഉപരിതലവും ഉപരിതലത്തിന് മുകളിലുള്ള എല്ലാ വസ്തുക്കളുടെയും കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭിക്കും. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇനിയുള്ള ഭൂവിനിയോഗത്തിൻ്റെ രീതികൾ നിശ്ചയിക്കാൻ സാധിക്കുക. NIT സൂറത്കലിലെ ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീവത്സ കോലത്തയാർ ആണ് ഈ സംഘത്തെ നയിക്കുന്നത്. ഡ്രോൺ ഉപയോഗപ്പെടുത്തിയുള്ള ലിഡാർ സർവേ ആണിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ദുരന്തബാധിത പ്രദേശത്തിൻ്റെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് അടക്കമുള്ള സൂക്ഷ്മമായ ചിത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി എടുക്കാനാവും. മുൻപുണ്ടായിരുന്ന ഭൂതലം എങ്ങനെയായിരുന്നു, ദുരന്തശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഏതൊക്കെ പ്രദേശത്താണ് വലിയ ആഘാതമുണ്ടായത്, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്താനും ഭാവിയിൽ ഈ പ്രദേശത്തെ ഭൂവിനിയോഗം നിർണ്ണയിക്കുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെന്ന് തിരിച്ചറിയാനും ഈ സർവേ റിപ്പോർട്ട് സഹായകമാകും. ലിഡാർ സർവേ വഴി മരങ്ങൾ, മരത്തിൻ്റെ ഉയരം, പാറകൾ ഇവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കാൻ സാധിക്കും. 50 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള വസ്തുക്കൾ ഇതുവഴി കണ്ടെത്താനാകുമെന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. ദുരന്ത നിവാരണ ഘട്ടങ്ങളിൽ മനുഷ്യരുടെ പുനരധിവാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് വളർത്തുമൃഗങ്ങളുടേത്. ദുരിതമനുഭവിച്ചവർക്കായി ക്യാമ്പുകൾ ആരംഭിച്ചതുപോലെ ദുരന്തത്തിലകപ്പെട്ട വളർത്തുമൃഗങ്ങൾക്കായി 2 ക്യാമ്പുകളാണ് പ്രവർത്തിച്ചത്. ദുരന്തപ്രദേശത്തെ ഉരുക്കൾക്കും അരുമ മൃഗങ്ങൾക്കുമായി ക്ഷീരവികസന വകുപ്പിൻ്റെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ മുഖേന വിവിധ സംഘടനകൾ തീറ്റ വസ്തുക്കൾ, ധാതുലവണ മിശ്രിതം ഇവയെല്ലാം കർഷകർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. ഇന്നലെ മാത്രം 8 മെട്രിക് ടൺ തീറ്റ, 5 ടൺ വൈക്കോൽ, അരുമമൃഗങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവയെല്ലാം പാലക്കാട് അരുവി ഫീഡ്സ് വഴി എത്തിക്കാനായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെയാണ് വെലങ്ങാട് ദുരന്തവുമുണ്ടായത്. കഴിഞ്ഞ മാസം 30-ന് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലും അടിച്ചിപ്പാറ മലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ അത് നേരത്തെ ഇവിടെ പരാമർശിച്ചതാണ്. പന്നിയേരി, മലയങ്ങാട്, കമ്പളിപ്പാറ, പാനവും, കൂറ്റല്ലൂർ ഈ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. അവിടെ പ്രാഥമിക പരിശോധന നടന്നിട്ടുണ്ട്. ഉണ്ടായ നഷ്ടത്തിൻ്റെ തോത് റവന്യൂ അധികാരികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അസസ്മെൻറ്റിന് ശേഷമുള്ള കണക്കും ലഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കലക്ടർ റിപ്പോർട്ട് വിശദമായി അയച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല.
റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ദുരന്തബാധിത പ്രദേശത്ത് റവന്യൂ മന്ത്രിക്ക് പുറമെ വനം, പൊതുമരാമത്ത്, ജലവിഭവം, കൃഷി ഇത്രയും വകുപ്പ് മന്ത്രിമാരും അവിടെ സന്ദർശിച്ചിരുന്നു. തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിക്കാനായി 4 കിലോമീറ്റർ നീളത്തിൽ പുതുതായി അവിടെ ലൈൻ വലിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ 100ഓളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ചാണത് പൂർത്തിയാക്കിയത്. അതോടൊപ്പം 4 കിലോമീറ്ററോളം പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത്. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് പകരം രേഖകൾ ലഭ്യമാക്കും. അവിടെ ഓഗസ്റ്റ് 16 പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്നൊരു അദാലത്താണിത്. അപ്പോൾ എല്ലാവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടു പോയത് ലഭ്യമാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ പഠിക്കാനും ഇവിടെ തുടർവാസം ഇനി തുടർന്നങ്ങോട്ട് അവിടെ താമസിക്കാൻ പറ്റുമെന്നുള്ളത് സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനുമായി ജിയോളജി, ഹൈഡ്രോളജി, മണ്ണ് സംരക്ഷണം ഈ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഹസാർഡ് അനലിസ്റ്റും ഈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വരുന്നുണ്ട്. വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടൽ മൂലം പ്രയാസമനുഭവിക്കുന്നവർക്ക് അതിവേഗം ആശ്വാസവും പുനരധിവാസവും സാധ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകളെടുത്ത് പരിശോധിച്ചാൽ തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴിയും റായൽസീമ മുതൽ കോമറിൻ മേഖല വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടി, മിന്നൽ ഇവയോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ആഗസ്റ്റ് 16, 17 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച എല്ലാ ജില്ലകളിലും ഓറഞ്ച്, റെഡ് അലേർട്ടിന് സമാനമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വയനാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. മേപ്പാടി പഞ്ചായത്തിലെ പൂത്തുമല ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടായത്. മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള പ്രദേശങ്ങളായതിനാൽ അവിടുത്തെ ജനങ്ങളെ തൃക്കൈപ്പറ്റ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച 2019
തീരദേശ നിയന്ത്രണ മേഖലാ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതും കേരള തീരദേശ പരിപാലന അതോറിറ്റി അംഗീകരിച്ചതുമായ കേരളത്തിൻ്റെ കരട് തീരദേശ പരിപാലന പ്ലാൻ അംഗീകാരത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. CRZ 3 നിന്നും CRZ 2 തരം മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തത് 175 നഗരസ്വഭാവമുള്ള ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. ഈ 175 ഗ്രാമപഞ്ചായത്തുകളിൽ 66 പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചു. അപ്പോൾ ബാക്കി 109 പഞ്ചായത്തുകളെ കൂടി CRZ 2 കാറ്റഗറിയിലേക്ക് മാറ്റുന്നതിന് വീണ്ടും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദുരിതാശ്വാസ നിധിയുടെ നിലയെടുത്താൽ മലപ്പുറം പെരിന്തൽമണ്ണയിലെ 10 വയസ്സുള്ള സിയ സഹ്റ രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ, ജസീല എന്നിവർക്കൊപ്പം എത്തി തൻ്റെ സ്വർണ്ണപാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയാണ്. ഇവിടെ RCCയിലാണ് കുട്ടിയുടെ ചികിത്സക്കാവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവിടെ ബന്ധപ്പെടുകയും വേഗത്തിൽ തന്നെ മരുന്ന് ആ ഘട്ടത്തിൽ ലഭ്യമാക്കാനും കഴിഞ്ഞു. അത് കുട്ടിയെയും കൊണ്ട് വന്ന രക്ഷിതാക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ദുരന്തബാധിതർക്ക് സഹായവുമായി ധാരാളം കുട്ടികളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ, സൈക്കിൾ വാങ്ങാൻ, ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തുകകൾ, സമ്മാനമായി ലഭിച്ച തുകകൾ, പിന്നെ കുടുക്കയിലെ സമ്പാദ്യം, ഇതെല്ലാം ദുരിതബാധിതർക്കായി അവർ കൈമാറുകയാണ്. അത്തരത്തിലൊന്ന് മലപ്പുറം തിരൂരിലെ വെട്ടം AHM LP സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവന. അവിടുത്തെ വിദ്യാർത്ഥികൾ കാരുണ്യ കുടുക്കയിലൂടെ സമാഹരിച്ച 3,00,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കുട്ടികൾ നല്ല ശീലങ്ങൾ വളർത്തുന്നതോടൊപ്പം അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വിദ്യാലയത്തിൽ കാരുണ്യ കുടുക്ക എന്ന ആശയം നടപ്പാക്കുന്നത്. കുട്ടികൾക്കും അധ്യാപകർക്കുമായി പ്രത്യേക കാരുണ്യ കുടുക്കുകളുണ്ട്. താല്പര്യമുള്ള തുക ഇത് നിക്ഷേപിക്കുകയാണ്. കഴിഞ്ഞ മഹാപ്രളയത്തിലും കോവിഡിലും ഇതേ മാതൃകയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംഭാവന നൽകിയിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ ലഭിച്ച സംഭാവനകൾ പ്രത്യേകം പത്രക്കുറിപ്പായി ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇന്ന് രാവിലെ 11 മണി വരെ ആകെ 142
20,65,329 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലാണ് പൊതുവെ നാട് പ്രതികരിക്കുന്നത്. പൊതുവിൽ മാധ്യമങ്ങളും നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിലുണ്ടായ പ്രചരണങ്ങൾക്ക് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലുള്ള മാധ്യമ ഇടപെടൽ ഉണ്ടായത് പ്രത്യേകം ശ്രദ്ധിക്കത്തക്കതാണ്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിൽ നിരവധി മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാതൃകയായി മാറിയിട്ടുണ്ട്. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഇന്ന് 2,30,000 രൂപയാണ് സംഭാവനയായി നൽകിയത്. ഇന്ന് ലഭിച്ച മറ്റ് സംഭാവനകളെടുത്താൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ 5 കോടി, കോട്ടയം ജില്ലാ പഞ്ചായത്ത് 1 കോടി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 1 കോടി, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് 1 കോടി, തിരുവനന്തപുരം ടെക്നോ പാർക്ക് 1 കോടി, ഡെൻ്റൽ കൗൺസിൽ 25 ലക്ഷം, കേരള ഫയർ സർവീസ് അസോസിയേഷൻ 7,26,450 രൂപ, കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ 1 ലക്ഷം രൂപ, തിരുവല്ല കല്ലുങ്കൽ ജീവകാരുണ്യം വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച 50,001 രൂപ, കിളിമാനൂർ പുളിമാത്ത് ടീം കഫ്റ്റീരിയ ജീവനക്കാരുടെ ഒരു ദിവസത്തെ വരുമാനം 25,000 രൂപ, ഇൻഫോ പാർക്ക് 1 കോടി രൂപ, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 50 ലക്ഷം രൂപ, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 12,80,000 രൂപ, കേരള ഫാർമസി കൗൺസിൽ 25 ലക്ഷം, കയർഫെഡ് 15 ലക്ഷം, സൈബർ പാർക്ക് 10 ലക്ഷം, മുസ്ലിം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഈരാറ്റുപേട്ട 5,11,600, പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം, കരകുളം ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം, ബോണ്ടഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് 25 ലക്ഷം, ഗവൺമെൻറ് ഹൈസ്കൂൾ കാച്ചാണി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് 1,11,500 രൂപ, ഗവൺമെൻറ് യു പി സ്കൂൾ ആറ്റിങ്ങൽ 52,001 രൂപ, ഗവൺമെൻറ് VHSS മണക്കാട് 1,40,500 രൂപ. അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ടാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. സ്പെഷ്യൽ പാക്കേജ് തന്നെയായിരിക്കും ഇത് വന്നാൽ. വിലങ്ങാടിനും ഇതോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യും. അതിപ്പോൾ ഇതാണല്ലോ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റതിനെല്ലാ കാര്യങ്ങളും ചെയ്യും. തുടങ്ങിയെന്നല്ലേ ഉള്ളൂ, തുടങ്ങിയതല്ലേ ഉള്ളൂ. അവർ റിപ്പോർട്ട് തരുമായിരിക്കും, ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ ആവും. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിശദമായ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ സാധാരണ നഷ്ടം കണക്കാക്കുക മാത്രമല്ല, നഷ്ടം കണക്കാക്കലാണെങ്കിൽ പെട്ടെന്ന് കണക്കാക്കി അതങ്ങ് നമുക്ക് കൊടുക്കുക. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുനരധിവാസ രീതിയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൊടുക്കണം.
അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള സഹായമാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരത് പ്രത്യേകമായൊരു പാക്കേജായിരിക്കും. പ്രത്യേകമായ രീതിയിൽ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ടെടുക്കും. കുട്ടികൾ അത്രയധികമില്ല, എന്നാലുള്ള കുട്ടികളുടെ കൃത്യമായ കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ആ കുട്ടികളെ പ്രത്യേകമായി സംരക്ഷിക്കുന്ന സംവിധാനമുണ്ടാവും. അത് ഇതിന് പുറമേയുള്ള മറ്റ് സംരക്ഷണ രീതികൾ നമ്മൾ നേരത്തെയും സ്വീകരിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് സ്വീകരിക്കും. അവരൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്ന ഭൂമി, ഓഫർ ചെയ്ത ഭൂമിയുണ്ട്, ഈ മറ്റ് ഓഫറുകളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവർ ബന്ധപ്പെട്ടവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നേരത്തെ അത് പ്രഖ്യാപിച്ചതാണല്ലോ. അവരെല്ലാവരും മൊത്തമായി പറഞ്ഞത് 5 ദിവസം എന്നുള്ളതാണ്. അത് ഏറെക്കുറെ ആ നിലയിലേക്ക് നടപടികൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണത്, യോജിച്ച് അഭിപ്രായപ്പെട്ടതാണ്. നമ്മളിവിടെ നേരത്തെ പണ്ട് ഓക്കി ഓർമ്മയില്ലേ, അതൊക്കെ നമ്മൾ കടന്നു വന്നതല്ലേ. അതിനൊക്കെ സാധാരണ നമ്മൾ സ്വീകരിക്കുന്ന നടപടികളുണ്ട്. ഇപ്പം അത് പറയേണ്ടത് ഘട്ടമല്ല, അതൊക്കെ നമുക്ക് ചെയ്യാം, അതിനൊന്നൊരു വിഷമവുമില്ല. അല്ല, അതും ഇപ്പോൾ പറയാറായിട്ടില്ല, നോക്കിയിട്ട് തീരുമാനിക്കുക എന്താണെന്നുള്ളത്. അറുപത്താറിൻ്റെ കാര്യത്തിൽ അവരുടെ ഏകദേശം അംഗീകാരം നേരത്തെ ആയതാണ്. അതിൻ്റെ ഇപ്പം അറിയിപ്പ് വന്നപ്പോൾ വേറെ തരത്തിൽ വന്നു എന്നുള്ളത് വേറെ. പക്ഷേ അത് നേരത്തെ അംഗീകാരത്തിൻ്റെ തോതിലുണ്ട്. എന്നാൽ അതുമാത്രമല്ല, അത് കഴിച്ച് ബാക്കിയുള്ള 175 നമുക്ക് അർഹതയുള്ളതാണ്. അതുകൂടി വേണമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് അന്ന് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ക്യാബിനറ്റ് ഈ മാപ്പടക്കം കൊടുക്കുന്ന കൂട്ടത്തിലും ഈ 66 കഴിച്ചുള്ള ബാക്കിയുള്ളതിൻ്റെയും കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഈ ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണല്ലോ. ഇപ്പം നേരത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഈ പല സ്ഥലത്തും ഈ തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ തുരങ്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴിവെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവെ ലോകം കണ്ടിട്ടുള്ളത്. അത് പഠന വിഷയമാണ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെയൊരു രസകരമായ വാർത്തയാണ്. എന്താണ് അങ്ങനെ വരാനിടയതെന്ന് സാധാരണ നിലക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ ഈ റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില വ്യാജ വാർത്തകൾ വരാറുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. അപ്പോൾ വസ്തുതയാണല്ലോ ഇപ്പോൾ അറിയേണ്ടത്, അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഓൾ ഇന്ത്യ സർവീസിൽ നിലവിൽ IAS IFS വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശ പരിഗണിച്ചാണ് നടപ്പിലാക്കി വരുന്നത്. ഒരു സിവിൽ സർവീസ് ബോർഡുണ്ട്. ഇതിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനാണ്. ഓൾ ഇന്ത്യ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളുമാണ്. IFSൻ്റെ കാര്യത്തിൽ വനംവകുപ്പ് മേധാവിയും ഈ കമ്മിറ്റിയിലുണ്ടാവും. IPSകാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് കോടതി മുൻപാകെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വാർത്തയ്ക്ക് അടിസ്ഥാനമായ വനംവകുപ്പിലെ സ്ഥലമാറ്റ നിർദ്ദേശത്തിൽ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയ്ക്ക് പുറമെ ഭരണപരമായ കാര്യങ്ങളാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥലം മാറ്റം നടത്തിയവരെ തിരികെ നിയമിക്കുന്നതും കണക്കിലെടുത്ത് ചില ഭേദഗതികൾ ആ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു. അപ്പോൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയിൽ ഭേദഗതി വരുത്തുന്ന കാര്യമാണത്.
അപ്പോൾ അത് ചീഫ് സെക്രട്ടറി കൂടി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ചീഫ് സെക്രട്ടറി കൂടി കണ്ട് സ്ഥലം മാറ്റം സംബന്ധിച്ച ഫയൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം നൽകി. ഇതാണ് ഞാൻ ചെയ്ത എന്താ പറയുക അതിന് അപ്പോൾ ഭേദഗതി നിർദ്ദേശങ്ങൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ പരിഗണന കൂടി കഴിഞ്ഞ് തീരുമാനിക്കുന്നതാകും ഉചിതമെന്ന് ചീഫ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ഇത് അംഗീകരിക്കാനുണ്ടായിട്ടുള്ളത് ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യം മാത്രമാണത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വാർത്തയിലുണ്ടായതെന്ന്. അതൊക്കെ ഭാവനാ സൃഷ്ടി മാത്രമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് CPM-ന് ഒരു പങ്കുമില്ല. ഈ പറയുന്ന തരത്തിലുള്ള ഒരു വഴിവിട്ട കാര്യങ്ങളും അതിനകത്തുണ്ടായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതിലൊക്കെ എന്താണെന്നറിയാം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ പിശക് മാത്രമല്ലല്ലോ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികൃത കേന്ദ്രങ്ങളിലൊന്നും ചോദിച്ചാൽ മതിയല്ലോ എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ അബദ്ധം പറ്റില്ലല്ലോ. ഇപ്പം ഈ റിപ്പോർട്ട് ചെയ്ത ആൾക്ക് എന്തൊരു ക്ഷീണമായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുക. അയാളുടെ ഒരു കരിയറിനെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടല്ലേ ഇത് വരിക. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ സാവകാശം എടുത്താൽ മതിയല്ലോ, ഒന്ന് ചോദിച്ചാൽ മതിയല്ലോ, എന്താണ് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ. പോലീസ് റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു. ഞാൻ എൻ്റെ കയ്യിൽ അതിന് റിപ്പോർട്ടില്ല, നോക്കാം എന്താണെന്നുള്ളത്. അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ല, അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത്, എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് തീർച്ചയായും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മേലെയുള്ള നടപടികളും വരുമല്ലോ. അത് നടക്കട്ടെ. അപ്പം എന്താണെന്ന് ചോദിക്കാം. ശരി, ഓക്കെ, നമുക്ക് പിന്നെ ബാക്കി വിനിയേക്കാം.